അരീക്കോട് ചൂളാട്ടിപ്പാറ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും ദിവസങ്ങളുമാണ് പറയാൻ പോകുന്നത്. ഇന്ന് പൊങ്കാലമാണ്, അതോടനുബന്ധിച്ചാണ് ഇപ്പം ഈ കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ ചിങ്ങമാസം മലയാള മാസം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസമുള്ള 30 വെള്ളി പ്രധാന ദിവസങ്ങൾ ശനി പൂജ, ആയില്യ പൂജ, മംഗല്യ പൂജ, ഷഷ്ഠി പൂജ, സർവൈശ്വര്യ പൂജ, ഇങ്ങനെ എല്ലാ പരിപാടികളും എല്ലാ മാസവും നടത്തുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഓരോ മാസത്തിൻ്റെ പ്രത്യേകതകൾ അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. ഇത് സ്ഥിരമായിട്ടുള്ളതാണ്. എല്ലാ മാസവും കറക്റ്റ് ശനി പൂജയും 30 വെള്ളിയും സർവൈശ്വര്യ പൂജയും എല്ലാം നടത്തുന്നുണ്ട്. അതേപോലെ കന്യമാസത്തിലെ ആയില്യ പൂജ, സർപ്പബലി പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഓരോ മാസത്തിൻ്റെ പ്രത്യേകത, ആ മാസത്തിൽ മാത്രമേ അത് നടത്താറുള്ളൂ. പിന്നെ തുലാമാസത്തിൽ പ്രത്യേക ഇതൊന്നുമില്ല, ഒരു പ്രത്യേക പരിപാടികളൊന്നുമില്ല. പിന്നെ ഒക്ടോബർ മാസം, അതായത് തുലാമാസം തന്നെ മഹാനവമി ആ മാസത്തിലാണ് വരുന്നത്. 10 ദിവസം 9 ദിവസത്തോളം മഹാനവമിയുടെ പരിപാടി ഉണ്ടാവും. പിന്നെ കുട്ടികളെ ഇരുത്തലും പിന്നെ എല്ലാ പരിപാടികളും ആ മാസം നടത്തുന്ന മാതിരി ചെയ്യാറുണ്ട്. പിന്നെ വൃശ്ചിക മാസത്തിലെ മണ്ഡലം 41 ദിവസം ഇവിടെ ചുറ്റുവിളക്കും ഭജനയും ഭിക്ഷയും നടന്നു. ജനുമാസം 41, അതായത് വൃശ്ചികം മണ്ഡലകാലത്തിൻ്റെ 41ൻ്റെ അന്ന് പൊങ്കാല. എല്ലാ ദിവസവും ഇപ്പോൾ ഈ പൊങ്കാല 13ാമത്തെ പൊങ്കാലയായി ഈ അമ്പലം വന്നതിന് ശേഷം. പിന്നെ മകരത്തിലെ വിശേഷങ്ങളൊന്നുമില്ല, ധനുവിൽ വിശേഷങ്ങളില്ല. ധനുമാസത്തിൽ മറ്റേ നമുക്ക് ധനുമാസം മകരമാസം 1-ാം തീയതി വിളക്ക് വയ്ക്കും. പ്രത്യേകിച്ച് ഈ മണ്ഡലം മകരവിളക്കിൻ്റെ ദിവസമാകുകൊണ്ട് അതിൽ പ്രത്യേക അനുസരണം ശോഭയോടെ വയ്ക്കാറുണ്ട്. കുംഭത്തിലെ ഉത്രട്ടാതി നാളിൽ സാധാരണ പ്രതിഷ്ഠാദിനം 2-3 ദിവസങ്ങളിൽ ആചരിച്ചു പോകാറുണ്ട്. അത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വർഷത്തെ ഒരു വിശേഷത്തിൽപ്പെട്ട ഒന്നാണ്. പിന്നെ മീനമാസത്തിൽ പ്രത്യേകത പരിപാടികളൊന്നുമില്ല. പിന്നെ മേടമാസം 1-ാം തീയതി വിഷു കൈനേട്ടം കൊടുക്കുന്ന പരിപാടി, പിന്നെ വിഷു പൂജ കാര്യങ്ങൾ, കണി വയ്ക്കൽ, എല്ലാ പരിപാടിയും ഉണ്ടാകും. ചിങ്ങമാസം പിന്നെ കർക്കിടക മാസം രാമായണ മാസം എല്ലാ 30 ദിവസവും 31 മാസം രാമായണം വായനയും സമ്പൂർണ്ണ രാമായണത്തോടുകൂടി അവസാനിപ്പിക്കാറ്. ഇല്ലന്നറ, ആ വർഷത്തെ ആദ്യത്തെ ഇല്ലന്നറ, പുതിയ കതിര്, പുതിയ കൃഷി പെട്ടെന്ന് ചെയ്തിട്ട് അത് ദേവന്മാർക്കൊക്കെ പൂജിച്ച് ഇല്ലന്നറ നടത്താറുണ്ട്. ചിങ്ങമാസം 1-ാം തീയതി. 30 വെള്ളിൻ്റെ പ്രധാനം എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസത്തിലും സർവൈശ്വര്യ പൂജയ്ക്കാണ് പ്രധാനം. അതിൻ്റെ കൂടെ തന്നെ മംഗല്യ പൂജ, അപ്പം മൂടൽ, ഗണപതിക്ക് അപ്പം മൂടുന്ന പരിപാടിയാണ്. അത് വേറെ എവിടെ ഇല്ലാത്ത സംഭവം. അതോടുകൂടി സർവൈശ്വര്യ പൂജ, സ്ത്രീകളെല്ലാവരും സ്വന്തമായിട്ട് വിളക്കൊക്കെ കത്തിച്ച് ഒരു സഹസ്രാമത്തോട് കൂടിയിട്ട് എല്ലാം ചൊല്ലി നടത്തുന്ന പൂജയാണ് സർവൈശ്വര്യ പൂജ. അത് എല്ലാ മാസവും 30 വെള്ളിക്കുണ്ട്. അത് കഴിഞ്ഞ് ഭിക്ഷ ദാനവും. എല്ലാ മാസത്തിലും ആദ്യത്തെ വെള്ളിയാഴ്ച, മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച 30 വെള്ളിയാണ്. ആ 30 വെള്ളിക്കാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനം. ഇതുവരെ എല്ലാ മാസത്തിലും കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം എന്ന് പറഞ്ഞൊരു പരിപാടി, ശ്രീരാമൻ, ലക്ഷ്മണൻ, പിന്നെ അതേമാതിരി 4 ക്ഷേത്രങ്ങളും ഒരുമിച്ച് സന്ദർശിക്കാൻ ഭക്തർ തയ്യാറാണെങ്കിൽ എല്ലാ വർഷവും കൊണ്ടുപോകാറുണ്ട്.